നമസ്കാരം. TCV ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. അനധികൃത വാഹന പാർക്കിങ്ങിനെതിരെ തിരൂർ നഗരസഭയുടെയും പോലീസിന്റെയും തീരുമാനത്തെ കാറ്റിൽ പറത്തി ഗൾഫ് മാർക്കറ്റ് പരസ്യങ്ങളും മറ്റും അനധികൃതമായി പാർക്കിംഗ് തുടരുന്നു. അനധികൃതമായി പാർക്കിങ്ങിനെതിരെ പോലീസ് ഫൈൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിരുന്നെങ്കിലും നടപടിയില്ലാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നു. നിയമസഭയിലെ പൊതുമുതൽ നശിപ്പിച്ച കേസിൽ വിചാരണ നേരിടുന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട ABVP തിരൂർ നഗരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മലപ്പുറം ജില്ലാ സെക്രട്ടറി ശ്രീരാഗ്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഈശ്വരപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. താനാവൂർ പഞ്ചായത്തിലെ 5-ാം വാർഡിൽ നിന്നും SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി വിജയിച്ച വിദ്യാർത്ഥികളെ വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയും MSFും സംയുക്തമായി അനുമോദിച്ചു. മുസ്ലിം ലീഗ് താനൂർ മണ്ഡലം പ്രസിഡന്റ് KN മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സച്ചാർ കമ്മിറ്റി ശുപാർശകൾ നടപ്പിലാക്കുക, പ്രത്യേക ബോർഡ് രൂപീകരിക്കുക, മുന്നോക്ക പിന്നോക്ക സ്കോളർഷിപ്പ് തുക ഏകീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച ചെറിയമ്പണ്ടം പഞ്ചായത്ത് യൂത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. ആനശില്പങ്ങൾ തീർത്ത് ശ്രദ്ധേയനായ കൊച്ചുകലാകാരൻ മുഹമ്മദ് ഫറാഷിനെ മുറിവെക്കൽ മുസ്ലിം ലീഗ് കമ്മിറ്റി ആദരിച്ചു. വെട്ടം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് വി ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. തിരൂർ ഗൾഫ് മാർക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഗൾഫ് മാർക്കറ്റിലെ മുഴുവൻ ജീവനക്കാർക്കും മെഗാ ആന്റിജൻ ടെസ്റ്റ് സംഘടിപ്പിച്ചു. പരിപാടി G-Mart പ്രസിഡന്റ് യഹ്യാർ ഹാജി ഉദ്ഘാടനം ചെയ്തു. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാല 2021-2022 അധ്യയന വർഷത്തെ ബിരുദധാര ബിരുദ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ ഓഗസ്റ്റ് 10 രാവിലെ 10 മണി മുതൽ 12 മണി വരെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. വാക്സിൻ വിതരണത്തിലെ മുസ്ലിം ലീഗ് ഭരണസമിതിയുടെ രാഷ്ട്രീയ ഇടപെടലിനെതിരെ DYFI പൊന്മുണ്ടം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊന്മുണ്ടം പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. DYFI പൊന്മുണ്ടം മേഖലാ സെക്രട്ടറി അജിത് കാവനാട് ഉദ്ഘാടനം ചെയ്തു. താനൂർ മുസ്ലിം ലീഗ് ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മന്ദിരത്തിന്റെ ശിലാസ്ഥാപന കർമ്മം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. തിരൂർ നഗരസഭയിൽ കൊട്ടി ആഘോഷിച്ചു തുടങ്ങിയ മത്സ്യക്കുളം കൗൺസിൽ പോലും അറിയാതെ മണ്ണിട്ട് മൂടി. സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ കൗൺസിൽ കാലത്ത് നിർമ്മിച്ച കുളം രാഷ്ട്രീയ ലാഭത്തിനാണ് ചെയർപേഴ്സൺ മണ്ണിട്ട് മൂടിയതെന്ന് പ്രതിപക്ഷ ആരോപണം.